ഈ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഈ 9ാം ക്ലാസ്സിലെ ക്രിസ്തീയ ജീവിതം എന്ന കാറ്റഗിസം ടെക്സ്റ്റിൽ 7ാമത്തെ അധ്യായത്തിൽ സഭയും സന്യാസ ജീവിതവും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. നമ്മുടെ കത്തോലിക്ക മതബോധന ഗ്രന്ഥം നിങ്ങൾക്ക് ഏവർക്കും വളരെ പരിചിതമായിരിക്കുമെന്ന് എനിക്കറിയാം. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് CCC എന്നതിന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു. മലയാളത്തിൽ ഇതിന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്നും പറയുന്നു. ഈ കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിലെ 246 പേജിൽ സന്യാസ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സമർപ്പിത ജീവിതം സഭയുടെ ജീവിതത്തോടും വിശുദ്ധിയോടും അനിഷേധ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമർപ്പിത ജീവിതത്തിൽ ക്രിസ്തീയ വിശ്വാസികൾ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ക്രിസ്തുവിനെ കൂടുതൽ അടുത്ത് അനുഗമിക്കുവാനും സർവോപരി സ്നേഹിക്കപ്പെടുന്ന ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണതയ്ക്കായി യത്നിച്ചുകൊണ്ട് വരുവാനിരിക്കുന്ന ലോകത്തിൻ്റെ മഹത്വം സൂചിപ്പിക്കാനും പ്രഘോഷിക്കാനും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഈ 7ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് സന്യാസ സമൂഹങ്ങളുടെ തുടക്കവും വളർച്ചയും എന്ന ഭാഗവും, 2ാം ഭാഗത്ത് സന്യാസ വ്രതങ്ങൾ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് എനിക്കറിയാം. ഏതൊക്കെയാണ് സന്യാസ വ്രതങ്ങൾ? ഓർമ്മയുണ്ടോ? വ്രതത്രയങ്ങൾ എന്നറിയപ്പെടുന്ന അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം അഥവാ കന്യാവ്രതം. ഇംഗ്ലീഷിൽ ഇതിന് ഒബീഡിയൻസ്, പോവർട്ടി, ചാസ്റ്റിറ്റി എന്ന് അറിയപ്പെടുന്നു. ഇന്ന് നാം സന്യാസ ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകമായ സന്യാസ സമൂഹ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. കുറെ ഇഷ്ടിക കൂമ്പാരം ഒരുമിച്ച് വെച്ചാൽ അതൊരു വീടാകിയത് ആകുമോ? കുറെ വാക്കുകളുടെ ശേഖരം ഒരു ശരിയായ വാക്യമാകില്ല. കുറെ ശബ്ദങ്ങൾ ഒരുമിച്ചുണ്ടാക്കിയാൽ അതൊരു നല്ല മ്യൂസിക് ആകുമോ? ഇല്ല. ഇതുപോലെ തന്നെ ഒരു ജനക്കൂട്ടം ഒരുമിച്ച് വന്നെന്ന് വിചാരിച്ച് അതൊരു സന്യാസ സമൂഹ ജീവിതം ആകുകയില്ല. പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ കുറെ ആൾക്കാർ ഒരു വീട്ടിൽ ഒരുമിച്ച് ജീവിച്ചാൽ അത് സമൂഹ ജീവിതം ആവുകയില്ല. എന്നാൽ പിന്നെ എന്താണ് സന്യാസ സമൂഹ ജീവിതം? അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം എന്നീ വ്രതങ്ങൾ ജീവിച്ചു കൊള്ളാമെന്ന് പൊതുസമൂഹത്തിന് മുമ്പാകെ പ്രഖ്യാപിച്ച സന്യസ്തർ ദൈവരാജ്യ പ്രഘോഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ അത് സന്യാസ സമൂഹ ജീവിതം ആകുന്നു. സുവിശേഷ പൂർണ്ണതയ്ക്കായി സമർപ്പിക്കപ്പെട്ട സന്യസ്തർ സാധാരണയായി സമൂഹ ജീവിതമാണ് നയിക്കുക. കാനോനിക നിയമപ്രകാരം ഒരു സന്യസ്ത സമൂഹത്തിൽ 3 അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സമൂഹത്തെ കാനോനിക്കലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് കമ്മ്യൂണിറ്റിയായി സഭ അംഗീകരിക്കുന്നു. സന്യസ്തരുടെ സമൂഹ ജീവിതത്തിന്റെ അന്തസ്സത്ത് ഉൾക്കൊള്ളുന്നത് പരിശുദ്ധ ത്രിത്വത്തിലാണ്. നമുക്കറിയാം, പരിശുദ്ധ ത്രിത്വം സ്വഭാവത്തിൽ വ്യത്യസ്തരും സത്യയിൽ ഏകവുമാണ്. ഈ ത്രിയേക ദൈവം സ്വഭാവത്തിൽ വ്യത്യസ്തരും സത്യയിൽ ഏകവുമായിരിക്കുന്നത് പോലെ തന്നെ പരസ്പര ഐക്യത്തിൽ ജീവിക്കുവാനുള്ള ഒരു വിളിയാണ് സന്യസ്തരുടെ സമൂഹ ജീവിതം. സന്യസ്തർക്ക് അവരുടെ വ്രതങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള ശക്തിയും പ്രചോദനവും ലഭിക്കുന്നത് അവരുടെ സമൂഹ ജീവിതത്തിലൂടെയാണ്. കമ്മ്യൂണിറ്റി ലൈഫ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ കമ്മ്യൂണിറ്റി ലൈഫിന്റെ ശക്തി കേന്ദ്രം അവരുടെ പ്രാർത്ഥനാ ജീവിതമാണ്.
കാരണം പ്രാർത്ഥനയിലൂടെ സന്യസ്തർ ദൈവത്തോടും സഹോദരരോടും ഈ പ്രപഞ്ചത്തോട് തന്നെയും രമ്യപ്പെടുവാൻ കഴിയുന്നു. സങ്കീർത്തനം 133 1-ാം വാക്യം പറയുന്നു, സഹോദരർ ഒരുമിച്ച് ജീവിക്കുന്നത് എത്രയോ മനോഹരം എന്ന്. ഈ വചനം യാഥാർത്ഥ്യമാക്കാൻ സന്യസ്തർക്ക് കഴിയുന്നുണ്ട് അവരുടെ സമൂഹ ജീവിതത്തിലൂടെ. യേശുവിൻ്റെ 2ാം വരവിലൂടെ നമുക്ക് കൈവരിക്കാൻ പോകുന്ന ജീവിതത്തിൻ്റെ മുന്നോടിയായി സന്യസ്ത സമൂഹ ജീവിതത്തെ കണക്കാക്കപ്പെടുന്നു. അപ്പസ്തോലന്മാരുടെ പുസ്തകത്തിൽ 4-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള തിരുവചനം ഇങ്ങനെ പറയുന്നു, വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ആത്മാവും ആയിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതു സ്വത്തായിരുന്നു. അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവ എത്രയും വിറ്റുകിട്ടിയ തുക അപ്പസ്തോലന്മാരുടെ കാലത്തിൽ അർപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. സന്യസ്തരുടെ സമൂഹ ജീവിതത്തിന് ഏറ്റവും പ്രചോദനം ലഭിക്കുന്ന വചനഭാഗമാണ് നാം ഇപ്പോൾ കേട്ട ഈ തിരുവചനം. കാരണം ഇന്ന് സന്യസ്തർ ജീവിക്കുന്നതും ഇതുപോലെയാണ്. അവർ ഒരുമിച്ച് ജീവിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആർക്കും എൻ്റേതെന്ന് പറയാൻ സ്വന്തമായി ഒന്നുമില്ല. സന്യാസ സമൂഹത്തിൽ അംഗമായി കഴിഞ്ഞാൽ താൻ വലിയ പണമുള്ള കുടുംബത്തിൽ നിന്ന് വന്നോ, താൻ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നോ, ഈ കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. അതിന് യാതൊരു പ്രസക്തിയുമില്ല. തങ്ങൾ ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം ലഭിച്ചാലും തങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ഒരു പ്രതിഫലവും ലഭിച്ചില്ലെങ്കിലും കമ്മ്യൂണിറ്റിയിൽ അവരെല്ലാം ഒരുപോലെ തന്നെ കണക്കാക്കപ്പെടുന്നു. ലഭിക്കുന്ന ശമ്പളം അല്ലെങ്കിൽ സമ്പാദ്യം സുപ്പീരിയറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും സ്വന്തമായി അവകാശപ്പെടാനില്ല. എന്നാൽ സമൂഹത്തിൽ ഉള്ളത് എല്ലാവരുടെയും ആവശ്യാനുസരണം ഉപയോഗിക്കപ്പെടുന്നു. സമൂഹ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായത് മറ്റുള്ളവർക്ക് പ്രചോദനവും പ്രത്യാശയും നൽകിക്കൊണ്ട് സംതൃപ്തകരമായ ഒരു സമൂഹ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. കത്തോലിക്ക സഭയിൽ അനേകം സന്യാസ സമൂഹങ്ങളുണ്ട്. ഞാൻ ചെറുപുഷ്പ ബethany സന്യാസ സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടവകകളിൽ വ്യത്യസ്ത സന്യാസ സമൂഹങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അവരുടെ വേഷവും അവരുടെ ജോലിയും സഭാ സമൂഹത്തിൻ്റെ പേരും എല്ലാം വ്യത്യസ്തമായിരിക്കും. നമുക്ക് അവരുടെ ചിലരെ പരിചയപ്പെട്ടാലോ? ഈ കാണുന്നത് ബethany സിസ്റ്റേഴ്സ്, ഞാൻ തന്നെ ഉൾപ്പെടുന്ന സഭാ സമൂഹമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സ് ആണ്. ഇവർ മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് എന്നും അറിയപ്പെടാറുണ്ട്. ഈ കാണുന്നത് ഉർസുലൈൻ സിസ്റ്റേഴ്സ്, കോഴിക്കോട് ഇവർക്ക് ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, നിങ്ങൾ അറിയുമായിരിക്കും. ഇത് അപ്പസ്റ്റോലിക് കാർമൽ സിസ്റ്റേഴ്സ്, AC സിസ്റ്റേഴ്സ് എന്നും അവർ അറിയപ്പെടുന്നു. ഇത് CMC സിസ്റ്റേഴ്സ് ആണ്, കർമ്മലീത്ത സിസ്റ്റേഴ്സ് എന്നും അവരെ പറയാറുണ്ട്. ഇത് FCC സിസ്റ്റേഴ്സ്, വിശുദ്ധ അൽഫോൻസാമയുടെ സന്യാസ സമൂഹത്തിൽപ്പെട്ട അംഗങ്ങളാണ്. ഇത് DSS സിസ്റ്റേഴ്സ്, ദീന സേവന സഭ അംഗങ്ങൾ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ചാരിറ്റി സിസ്റ്റേഴ്സ് ആണ്. സന്യാസ സമൂഹം എന്ന് പറയുമ്പോൾ അത് സ്ത്രീകളുടേത് മാത്രമല്ല, പുരുഷന്മാർക്കുമുണ്ട് സന്യാസ സമൂഹങ്ങൾ. അവരുടെ ചിന്തയെ കൂടി നമുക്ക് പരിചയപ്പെടാം. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് സൊസൈറ്റി ഓഫ് ജീസസ് അഥവാ SJ ഫാദേഴ്സ് എന്നറിയപ്പെടുന്നവരാണ്. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഈ സമൂഹത്തിലെ അംഗമാണ്. ഇത് കപ്പൂച്ചൻ ഫാദേഴ്സ്, അവരെ OFM ക്യാമ്പ് എന്നും അറിയപ്പെടാറുണ്ട്. ഇത് MSFS ഫാദേഴ്സ് ആണ്. ഇപ്പോൾ കാണുന്നത് ഡൊമിനിക്കൻ ഫാദേഴ്സ് ആണ്, വിശുദ്ധ ഡൊമിനിക്കിൻ്റെ സഭയിലെ അംഗങ്ങൾ.
ഇത് ഓർഡർ ഓഫ് കാർമലൈറ്റ് ഡിസ്കാസ്റ്റ് എന്നറിയപ്പെടുന്ന OCD ഫാദേഴ്സാണ്. ഇങ്ങനെ വളരെയേറെ സന്യാസ സമൂഹങ്ങൾ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഈ സമൂഹത്തിലുണ്ട്. അതിൽ കുറച്ച് പേരെ മാത്രം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയെന്നുള്ളതേ ഉള്ളൂ. ഈ ഓരോ സന്യാസ സമൂഹത്തിനും പലവിധ പ്രവർത്തന മാർഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഒരേ ലക്ഷ്യം സാധൂകരിക്കാൻ വിവിധങ്ങളായ മാർഗങ്ങൾ ഓരോ സന്യാസ സമൂഹവും സ്വീകരിക്കുന്നു. അതിന് സന്യാസ സമൂഹത്തിൻ്റെ ക്യാരിസം എന്നാണ് അറിയപ്പെടുക. ചിലരുടെ ക്യാരിസം വിദ്യാഭ്യാസം ആയിരിക്കാം, മറ്റു ചിലർക്ക് ആതുര ശുശ്രൂഷയായിരിക്കാം, ചിലർ സാമൂഹ്യ സേവനം, അഗതി പരിപാലനം, പെൺകുട്ടികളുടെ ഉന്നമനം എന്നിങ്ങനെ വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയിലൂടെ അവരുടെ ക്യാരിസം ജീവിക്കുകയും അങ്ങനെ തങ്ങൾ ജീവിക്കേണ്ട ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഓരോ സന്യാസ സമൂഹത്തിനും സ്വന്തമായ ശൈലിയും ശുശ്രൂഷ മേഖലയും തനതായ ആധ്യാത്മിക വീക്ഷണവുമുണ്ട്. സന്യസ്തർ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് എത്താൻ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അവർ സാധാരണയായി ചെയ്തു വരുന്ന ജോലികൾക്കൊക്കെ അപ്പുറമായി നിരന്തരമായ പ്രാർത്ഥനയും സമൂഹ ജീവിതവും സുവിശേഷ ചൈതന്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥനാ ജീവിതം ധ്യാനത്തിലേക്ക്, ധ്യാനം സന്യസ്തരെ ദൈവസാന്നിധ്യത്തിലേക്കും, ദൈവസാന്നിധ്യം ദൈവജനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്കും നയിക്കുന്നു. സന്യസ്തർ ആരും സ്വന്തം ആത്മരക്ഷയ്ക്കായി മാത്രം പ്രവർത്തിക്കുന്നില്ല. സന്യസ്തരുടെ ധർമ്മം സ്വന്തം രക്ഷയോടൊപ്പം അനേകരുടെ രക്ഷയും മോചനവുമാണ്. നമ്മുടെ ഇഹലോക ജീവിതം ഒരു തീർത്ഥാടനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ശരിയായ ഭവനം എവിടെയാണ്? നമ്മുടെ ശരിയായ ഭവനം സ്വർഗത്തിലാണ്. അവിടെ എത്തിച്ചേരുവോളം നമ്മുടെ തീർത്ഥാടനം നാം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ദൈവത്തെ തേടിയുള്ള നമ്മുടെ ഈ തീർത്ഥാടനത്തിൽ സന്യസ്തർ ദൈവജനത്തിന് മാതൃകയും മാർഗദർശകനും ആയി മാറുന്നു. ഒപ്പം അവർക്ക് വേണ്ടി സന്യസ്തർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനാൽ സന്യസ്തരുടെ സമൂഹ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും വ്രതജീവിതം കൂടുതൽ പൂർണ്ണതയിൽ ജീവിക്കുവാനും സന്യസ്തർക്ക് സാധ്യമാകുന്നു. വ്രതവാഗ്ദാനത്തിലൂടെ ഒരു സന്യാസി ദൈവത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിയുമ്പോൾ അവർ ആയിരിക്കുന്ന സഭാ സമൂഹം അവർക്ക് നൽകുന്നത് ഒരു കുടുംബമാണ്. കുടുംബം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരിടമാണ്, അല്ലേ? എന്നാൽ സ്വന്തം കുടുംബം വിട്ടുവരുന്ന സന്യസ്തർക്ക് സഭാ സമൂഹം ആത്മീയ കുടുംബമായി മാറുകയാണ് ചെയ്യുന്നത്. ആ സമൂഹത്തിലെ മറ്റംഗങ്ങൾ അവർക്ക് സ്വന്തം സഹോദരൻ ആയി മാറുകയും ചെയ്യുന്നു. സന്യസ്തർ ഒരുമിച്ച് ജീവിക്കുന്നവർ സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും മരുപ്പച്ചയായി മാറുന്നു. ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവർക്കും അപ്പനും അമ്മയും മക്കളും ഒക്കെയായി മാറുവാനും സന്യസ്തരുടെ ജീവിതം അവർ മാറ്റിവെക്കുന്നു. അങ്ങനെയുള്ള സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. നമുക്കിപ്പോൾ സന്യസ്ത ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരുന്ന ഒരു ഗാനം ശ്രദ്ധിക്കാം. കുരിശിന്റെ മുൻപിൽ ശിഷ്യർ വരിക്കും ചൈതന്യമല്ലോ വ്രതങ്ങൾ, ഗുരുവിനെ എന്നും പിന്തുടർന്നിടാൻ മാർഗങ്ങളല്ലോ വ്രതങ്ങൾ. ഏകാഗ്രചിത്തരായി നാഥനെ സ്നേഹിക്കാൻ സ്നേഹത്തിൻ പൂർണ്ണത തേടാൻ. ഏകാഗ്രചിത്തരായി നാഥനെ സ്നേഹിക്കാൻ സ്നേഹത്തിൻ പൂർണ്ണത തേടാൻ. യേശുവിൽ മാത്രം സന്തോഷം തേടാൻ, എല്ലാവർക്കുമെല്ലാമായി തീരാൻ.
വ്രതങ്ങൾ. ആത്മാവിൻ ദാരിദ്ര്യ ചൈതന്യമോടെ യേശുവിൽ സമ്പന്നരാകാം. ആത്മാവിൽ ദാരിദ്ര്യ ചൈതന്യമോടെ യേശുവിൽ സമ്പന്നരാകാം. ഉള്ളതും ഉള്ളുന്ന സംതൃപ്തിയോടെ പങ്കുവച്ചില്ലായ്മ പുൽകാം. കുരിശിന്റെ മുൻപിൽ ശിഷ്യർ വരിക്കും ചൈതന്യമല്ലോ വ്രതങ്ങൾ. ഗുരുവിനെ എന്നും പിന്തുടർന്നിടാൻ മാർഗങ്ങളല്ലോ വ്രതങ്ങൾ. ദൈവഹിതത്തിന്റെ മുൻപിലാത്മാർപ്പണം ചെയ്യുന്ന സേവകരാകാം. ദൈവഹിതത്തിന്റെ മുൻപിലാത്മാർപ്പണം ചെയ്യുന്ന സേവകരാകാം. മരണം വരെ അവൻ അനുസരിച്ചേകിയ മാതൃക സ്വന്തമാക്കിടാം. കുരിശിന്റെ മുൻപിൽ ശിഷ്യർ വരിക്കും ചൈതന്യമല്ലോ വ്രതങ്ങൾ. ഗുരുവിനെ എന്നും പിന്തുടർന്നിടാൻ മാർഗങ്ങളല്ലോ വ്രതങ്ങൾ. നിങ്ങളിപ്പോൾ കേട്ട ഈ ഗാനത്തിലൂടെ സന്യാസ ജീവിതത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇല്ലേ? സന്യാസികൾ സർവ്വസംഘ പരിത്യാഗികളാണ്. ക്രിസ്തുവിനെ അടുത്ത് അനുഗമിക്കുന്നവരാണ്. അവർ ദൈവരാജ്യത്തിനും ദൈവജനത്തിനും വേണ്ടി സർവ്വവും ത്യജിക്കുന്നവരാണ്. അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം, ഈ 3 സുവിശേഷ പുണ്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ കാക്കുന്നവരാണ്. എല്ലാവർക്കും എല്ലാമായി തീരുന്നവരും യേശുവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി സമൂഹ ജീവിതം നയിക്കുന്നവരുമാണ്. ഇങ്ങനെയുള്ള സന്യസ്തർ നിങ്ങളുടെ ഇടയിൽ ഒരുപാടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. പ്രായപൂർത്തിയാകുമ്പോൾ ശരിയായ ജീവിതാന്തം തിരഞ്ഞെടുക്കുവാനും ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പാഠപുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ വായിച്ച് അതിന് ഉത്തരം കണ്ടെത്താൻ